ഇതൊക്കെ കസ്തൂരി മഞ്ഞളാണ് കേട്ടാ. അപ്പൊ ഞാനിവിടെ കസ്തൂരി മഞ്ഞള് കുറെ സ്ഥലത്തൊക്കെ ഇതേപോലെ നട്ടേക്കണ കണ്ട, പ്ലാവിന്റെ തടത്തിലൊക്കെ നട്ടേക്കണത്. ഒരു ഇതെന്ന് പറഞ്ഞാല് പ്ലാവിന് കേടൊക്കെ കുറവായിരിക്കുള്ളൂ. പിന്നെ ചക്കക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള മഞ്ഞൾ പോലുള്ളത് പ്ലാവിന്റെ തടത്തിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ട, പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും വേണ്ട, ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടുകയും ചെയ്യും. നമ്മൾ പ്ലാവിനൊക്കെ നമ്മൾ വളം ചെയ്യുമ്പോൾ മഞ്ഞളിനും കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തിനെ ആശ്രയിച്ചുള്ള കൃഷിയാണല്ലോ. അപ്പോൾ നമുക്ക് നനക്കലൊന്നും വേണ്ടി വരുന്നില്ല. മഴ കഴിയുമ്പോൾ ഇലയൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് നമ്മൾ മഞ്ഞൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾ പറിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരേ മഞ്ഞൾ വീണ്ടും ഇവിടെ നിർത്തിയിരിക്കും. അത് നമുക്ക് പിന്നെ ഒട്ടും നടയും വേണ്ട നമുക്ക് മഞ്ഞൾ. നമ്മൾ എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ നട്ടുകൊണ്ടിരിക്കണമല്ലോ. നമ്മൾ വാരത്തുമ്മലൊക്കെ നട്ടാന്ന് വെച്ചാൽ നമ്മൾ മൊത്തം പറിച്ചെടുക്കും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എല്ലാ വർഷവും നമ്മൾ നടണം. ഇത് നമ്മൾ എല്ലാ വർഷവും നടേണ്ട ആവശ്യമില്ല. കാരണം നമ്മ ഇത് മഞ്ഞൾ പറിക്കുമ്പോൾ ഒരു പീസ് അവിടെ നട്ടു കൊടുക്കണതാണ്. കണ്ട, ഇഷ്ടം പോലെ മഞ്ഞൾ ഇവിടെ ഞാൻ എല്ലാ ഫ്രൂട്ടിൻ്റെ തടത്തിലും മഞ്ഞൾ വെച്ചേക്കണ കണ്ട. അതുകൊണ്ട് എനിക്ക് ഈ മഞ്ഞൾ കൃഷിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ടി വന്നില്ല. ഇഷ്ടം പോലെ നല്ല വിളവുമാണ് കിട്ടണത്. പ്രത്യേകിച്ച് വളപ്രയോഗവും വേണ്ട, പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. സാധാരണ മഞ്ഞൾ വർഗത്തിനൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം നടണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ചെടിയാണ്. കണ്ട, നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ എല്ലാം ഇഷ്ടം പോലെ കസ്തൂരി മഞ്ഞളാണ് ഞാൻ നട്ടേക്കണത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സർവ്വ സംരക്ഷണത്തിനും നമുക്ക് നിറം വർദ്ധിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ആവശ്യക്കാരാണ് കസ്തൂരി മഞ്ഞളിന്. നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന മഞ്ഞളാണ്. പിന്നെ നമ്മൾ തന്നെയാണ് ഇവിടെ ഉണക്കി പൊടിച്ച് പൗഡർ, നമ്മുടെ മഞ്ഞൾ തന്നെയാണ് ഉണക്കി പൊടിച്ച് നമ്മൾ പൗഡറാക്കി കൊടുക്കണതും. പിന്നെ നമ്മൾ രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കണില്ല. തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യണത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമുക്കിനിപ്പോൾ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ആരും കസ്തൂരി മഞ്ഞളൊന്നും കൃഷി ചെയ്യാണ്ടിരിക്കേണ്ട. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തടത്തിലൊക്കെ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ എല്ലാവരും കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തൊക്കെ മേടിച്ച് നടണം. കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് നമുക്കത് പച്ചനെ, നമ്മുടെ വീട്ടിൽ പച്ചനെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കായാലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് അധികം ഉണ്ടെങ്കിൽ പൗഡറാക്കി വെച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കസ്തൂരി മഞ്ഞളൊക്കെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.